പ്രവാചക സ്നേഹവും സാഹോദര്യ സന്ദേശവും ഉയർത്തിപ്പിടിച്ച് വല്ലങ്ങി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മുഹിയുദ്ദീൻ ഹനഫി ജുമാ മസ്ജിദിൽ നബി ദിനാഘോഷം സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളോടെ നടന്ന ആഘോഷം വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി. നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്ജിദിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നെന്മാറയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി. നബിയുടെ ജീവിതവും സ്നേഹത്തിന്റെയും കരുണയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഘോഷയാത്ര. ആഘോഷത്തിന് ആവേശം പകർന്ന ദഫ്മുട്ടും അരങ്ങേറി. ദഫ്മുട്ടിന്റെ താളത്തിനൊപ്പം വിശ്വാസികൾ പങ്കുചേർന്നതോടെ നബിദിനാഘോഷത്തിന് കൂടുതൽ പകിട്ടേറി. കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ ആഘോഷത്തിൽ പങ്കാളികളായി. ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ മതപണ്ഡിതർ നബിദിന സന്ദേശവും നൽകി. പ്രവാചകൻ മുഹമ്മദ് നബി പകർന്നു നൽകിയ സ്നേഹം, കരുണ, സഹിഷ്ണുത, സാഹോദര്യം, മനുഷ്യ സ്നേഹം തുടങ്ങിയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടതിന്റെ പ്രാധാന്യം സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് മുഴുവനും മാതൃകാപരമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ലോകത്തോട് കാണിച്ച സന്ദേശം അതായിരുന്നു. അതുകൊണ്ടാണ് 1501 ജന്മദിനമാകപ്പോഴും 1ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ തന്നെ ഈ ലോകം മുഴുവനും നബി തങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ പിറകിലുള്ളത് ലോകത്തിന് സമാധാനമാണ്, ലോകത്തിന് ശാന്തിയാണ്. ലോകത്തിന് സന്ദേശം നൽകിയത് ലോക സമാധാനത്തോടുകൂടെ മനുഷ്യരെ നിങ്ങൾ ഒന്നാണ്, നിങ്ങളൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളിൽ നിന്നും വന്നവരാണ്. ഈ ലോകത്ത് നിങ്ങൾ വഴക്കടിക്കേണ്ടവരല്ല, തമ്മിലടിക്കേണ്ടവരല്ല, വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേര് പറഞ്ഞ് നിങ്ങൾ കലഹിക്കേണ്ടവരല്ല എന്ന ഉത്തമമായ സന്ദേശം ലോകത്തോട് പ്രഖ്യാപിച്ചപ്പോൾ ലോകത്ത് മുഴുവനും സമാധാനത്തിൻ്റെ അന്തരീക്ഷം 23 വർഷങ്ങളെ കൊണ്ട് ലോകത്തോട് പരസ്പര സ്നേഹത്തിൻ്റെയും ഐക്യത്തോടുകൂടെയും അതുപോലെ തന്നെ കലഹിച്ചിരുന്നവർ അവർ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളെപ്പോലെ ജീവിക്കാൻ മുഹമ്മദ് റസൂലുള്ളാഹി ലോകത്തോട് ആഹ്വാനം നൽകുകയുണ്ടായി. ആ സന്ദേശം പിൻപറ്റിയാണ് ലോകത്ത് മുഴുവനും ഇന്ന് സമാധാനം അന്തരീക്ഷം കൈവരിക്കാൻ കഴിഞ്ഞത്. സമൂഹത്തിൽ പരസ്പര ബഹുമാനവും സഹകരണവും ശക്തിപ്പെടുത്തുവാനും മതസൗഹാർദ്ദം നിലനിർത്തുവാനും പ്രവാചകചര്യ നൽകുന്ന സന്ദേശങ്ങൾ പ്രചോദനമാകണമെന്നവർ അഭിപ്രായപ്പെട്ടു. യുടിവി ന്യൂസ്, പാലക്കാട്.